ഉത്തർപ്രദേശിൽ എന്തെങ്കിലും എന്താ പറയുന്നത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആശാവഹമില്ലാത്ത സംഗതികൾ നടക്കുന്നുണ്ട്. നമുക്ക് ധനസുമോദിനെ ഡൽഹിയിൽ നിന്ന് കിട്ടിയാൽ ഉത്തർപ്രദേശിൽ എന്താണ് ഇത്ര വലിയ ലാഗ് എന്ന് ധനസുമോദിനോട് ചോദിക്കാൻ പറ്റും. ധനസുമോദ്, എന്താണ് ഉത്തർപ്രദേശ് അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വൈകുന്നതിന്റെ കാര്യം എന്തായിരിക്കും? ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിൽ നിന്നും കൃത്യമായ വിജയ സാധ്യതകളും വിജയത്തിന്റെ ശതമാനങ്ങളും അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സമാജ്വാദി പാർട്ടിയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു പരാതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്, ഇപ്പോൾ അമിത്ഷാ ഇപ്പോൾ JP നദ്ദയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് മറ്റു നേതാക്കളുമായി, NDAയിലെ ഘടകകക്ഷി നേതാക്കളുമായി ഇപ്പോൾ നദ്ദയും അതേപോലെ തന്നെ അമിത്ഷായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. NDA നേതാക്കന്മാരോട് എല്ലാവരോടും നാളെ തന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ എത്തണമെന്ന് ഇതിനകം തന്നെ ബീഹാറിലെ നേതാക്കന്മാരായ നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ എന്നിവരോടും ജിതൻ റാം മഞ്ചി എന്നിവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം സർക്കാർ രൂപീകരണ ചർച്ചകളുമായി BJP മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരോട് എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം പങ്കുവയ്ക്കാവുന്ന മറ്റൊരു കാര്യം, നിതീഷ് കുമാറും നരേന്ദ്രമോദിയും ഇതിനകം തന്നെ ചന്ദ്രബാബു നായിഡുവിനോടും നിതീഷ് കുമാറിനോട് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ നിതീഷ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള, അതായത് ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് കാണാൻ എത്തിയെങ്കിലും അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. അത് അദ്ദേഹം ഉച്ചയ്ക്കായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. ഭക്ഷണം കഴിച്ചിട്ട് കാണാം എന്ന് പറഞ്ഞു. പിന്നീട് സാമ്രാട്ട് ചൗധരിയോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് 5 മണിക്ക് കാണാമെന്നാണ്. അതായത് ഈ ഒരു അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച തന്നെ നിതീഷ് കുമാർ വൈകിപ്പിക്കുകയാണ്. ഇത് ഇന്ത്യ നേതാക്കന്മാർക്ക് നിതീഷ് കുമാറിനെ സഖ്യത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ചർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചർച്ച തന്നെയാണ് വ്യാപകമായി ഉയരുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ സഖ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നിതീഷ് കുമാറിന് കൊടുക്കാമെന്ന് ഏകദേശ ഒരു ധാരണയായിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്താൽ ഒരുപക്ഷെ നിതീഷ് കുമാർ ആ സഖ്യത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചർച്ചകളും ഇതിനകം ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, സാമ്രാട്ടുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം തന്നെ ഇപ്പോൾ നിതീഷ് കുമാർ നിരസിച്ചിരിക്കുകയാണ്. യെസ്, ഇന്ത്യ സഖ്യം ഒരു ചെറിയ പ്രശ്നം ഉയർത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇപ്പോൾ വരുന്നില്ല എന്നതാണ്. ഉത്തർപ്രദേശിലാണ് ഒരു പക്ഷേ വിചാരിക്കാത്ത ഒരു സെറ്റ് ബാക്ക് NDAക്ക് ഉണ്ടായിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് എന്ന് ഓർക്കണം. BJP അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഫൈസാബാദ് പള്ളി തകർത്ത് ക്ഷേത്രം ഉണ്ടാക്കിയ സ്ഥലത്ത് പോലും BJP വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാണാൻ വെച്ചാൽ എന്തുമാത്രം ഞെട്ടിക്കുന്നതാണ് റിസൾട്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു ഹിന്ദുത്വ ഐഡിയോളജി, അതിൻ്റെ പ്രയോഗവൽക്കരണം, അതിൻ്റെയൊക്കെ ഒരു വേദിയായിരുന്ന ഒരു സ്ഥലം, ഒരു ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ഡിഫീറ്റ് ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയാത്തതാണ്. അതേസമയം ബീഹാറിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു, കർണാടകയിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഉത്തർപ്രദേശിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അത് NDAക്ക് വലിയ ദുരന്തം സമ്മാനിക്കുമെന്ന് വിചാരിക്കുന്നു ഈ പ്രതിപക്ഷമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള കണക്കുകളൊന്നും പുറത്തു വരുന്നില്ല. എല്ലാം ഏതാണ്ട് ഫ്രീസായ മട്ടാണ്. അതെന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് എന്നാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.